വൈദിക പദവിയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മലയാളി മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് ഇന്ന് സ്ഥാനമേൽക്കുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആ വാർത്തയിൽ തുടങ്ങാം നമുക്ക്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വത്തിക്കാൻ സമയം വൈകിട്ട് 4-നാണ് തിരുക്കർമ്മങ്ങൾ. സ്ഥാനാരോഹണ സമയത്ത് ജോർജ് കൂവക്കാടിന്റെ മാതൃ ഇടവകയായ മാമൂട് ലൂർദ് മാതാ പള്ളിയിലും ചങ്ങനാശ്ശേരി രൂപതയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കേരളത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് പാടിയത്ത്, മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെയുള്ളവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പുതിയ കർദിനാൾമാർ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച വത്തിക്കാൻ സമയം രാവിലെ 9:30 മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ ഭാഗമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പയോടൊപ്പം പുതിയ കർദിനാൾമാരും കാർമ്മികത്വം വഹിക്കും. സീറോ മലബാർ സഭയിൽ നിന്നും പ്രത്യേകമായി ക്ഷണം ലഭിച്ച വൈദികർ സഹകാർമ്മികരാകും. വൈകിട്ട് സാന്താ അനസ്താസിയ സീറോ മലബാർ ബസലിക്കയിൽ മാർ ജോർജ് കൂവക്കാടിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണവും തുടർന്ന് സ്വീകരണ സമ്മേളനവും നടക്കും. സ്ഥാനാരോഹണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘവും വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, BJP ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവർ പ്രതിനിധി സംഘത്തിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.